നമസ്കാരം, VCB ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ VC മനോജ്. ആദ്യം പ്രധാന വാർത്തകൾ. വടക്കാഞ്ചേരി നഗരസഭ സ്വച്ഛ് സർവേഷൻ നേട്ടം, ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഭരണ പ്രതിപക്ഷാംഗങ്ങൾ. കേവലം SMS നേട്ടമെന്നും തട്ടിപ്പെന്നും DCC സെക്രട്ടറിയും വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലറുമായ K അജിത് കുമാർ. സ്വച്ഛ് സർവേഷനിൽ വടക്കാഞ്ചേരി നഗരസഭയുടെ നേട്ടം SMS അയച്ച് മാത്രം നേടിയതല്ലെന്ന് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ. സ്വച്ഛ് സർവേഷനിൽ ദേശീയ തലത്തിൽ വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് 136 റാങ്കും സംസ്ഥാന തലത്തിൽ 3ാം സ്ഥാനവും ലഭിച്ച വിവരം മാധ്യമങ്ങളോട് പങ്കുവെക്കവെയാണ് ചെയർമാൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഓർമ്മയായിട്ട് ജൂലൈ 18-ന് 2 വർഷം പൂർത്തിയായി. കോൺഗ്രസിന്റെയും പോഷക സംഘടനകളുടെയും നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിലെ വിവിധ മേഖലകളിൽ അനുസ്മരണ പരിപാടികളും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു. നിർദ്ദിഷ്ട വടക്കാഞ്ചേരി ബൈപ്പാസ് നിർമ്മാണം. PWD സോയിൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അധിക പരിശോധന വടക്കാഞ്ചേരി MLA സേവ്യർ സാന്നിധ്യത്തിൽ വെള്ളിയാഴ്ച നടന്നു. RIQCLന്റെ നേതൃത്വത്തിൽ നേരത്തെ 32 കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. ഇതിനു പുറമെയാണ് PWD സോയിൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ പരിശോധന നടന്നത്. പഞ്ചകർമ്മ ആയുർവേദ ആശുപത്രി ലീസ് തുക വർദ്ധിപ്പിക്കില്ലെന്ന് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. 25 വർഷത്തേക്ക് കൂടി R1-ന് 100 രൂപ നിരക്കിൽ പുതുക്കി നൽകുവാൻ ഗവൺമെന്റ് തീരുമാനിച്ചതായി UR പ്രദീപ് MLA അറിയിച്ചു. മുള്ളൂർക്കര പഞ്ചായത്തിലെ വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയ്ക്കരികിലും പാഞ്ഞാൽ പഞ്ചായത്തിലെ പുതുവടിയിലും കാട്ടാനിറങ്ങി. വെള്ളിയാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. ജനങ്ങൾ ഭീതിയിൽ.